ഗുഡ് മോർണിംഗ് ടു ഓൾ. എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ BA സോഷ്യോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ BSOC 106ൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത്? നമുക്കറിയാം, ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും, എക്സാമിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വരും, അതുപോലെ ഏതൊക്കെ ഏരിയയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അങ്ങനെയുള്ള ഒരു ഐഡിയ കിട്ടും നമുക്കറിയാം. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ഓരോ ക്വസ്റ്റ്യനിൽ കൊടുക്കണം, ഏതൊക്കെ പോയിന്റ്സ് കൊടുക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എഴുതണം എന്നുള്ളൊരു ഐഡിയയും കൂടി ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്ന ആ ഒരു ക്രൈറ്റീരിയ നോക്കാം. ഇപ്പം നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും യു വിൽ സീ ദിസ്, ഇങ്ങനെ ഒരു സെക്ഷൻ ആ ഒരു ബിഗിനിങ്ങിൽ ടോപ്പിൽ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ക്രൈറ്റീരിയ കാണാം. എന്താണ്? 3 മണിക്കൂറാണ് എക്സാം ഉള്ളത്, അതുപോലെ തന്നെ മാക്സിമം മാർക്ക് 100 ആണ്. അതുപോലെ ഇങ്ങനെ ഒരു നോട്ട് കാണാം. ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ് ഇൻ അബൌട്ട് 400 വേർഡ്സ് ഈച്ച്, ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്സ് എന്ന് കാണാൻ സാധിക്കും. എന്താണ്? ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ ആണ് എഴുതേണ്ടത്, 400 വേർഡ്സിലാണ് എഴുതേണ്ടത്. അതുപോലെ എല്ലാ ക്വസ്റ്റ്യനും എത്ര മാർക്കാണ്? ഈക്വൽ ആയിട്ടുള്ള മാർക്കാണ്. അപ്പോൾ നമുക്കിവിടെ അറിയാം 100 മാർക്കാണ് മാക്സിമം വരുന്നത്. അപ്പോൾ 5 ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും 20 മാർക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എത്ര വേർഡ്സിൽ എഴുതണം? 400 വേർഡ്സിൽ എഴുതണമെന്ന് നമുക്കറിയാം. ദെൻ ടോട്ടൽ വരുന്നത് 8 ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ 8 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതിൽ 5 എണ്ണമാണ് നിങ്ങൾ എഴുതേണ്ടതുള്ളൂ. ഓക്കെ, 5 എണ്ണം എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് ഈ 8 എണ്ണത്തിൽ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിസ്കസ് ദ റോൾ ഓഫ് ആര്യ സമാജ് ഇൻ റിലീജിയസ് റിഫോം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് റിലീജിയസ് റിഫോമിലുള്ള ആര്യ സമാജിന്റെ റോൾ എന്താണ്, അതാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്. അപ്പോൾ ഇത് ഏത് യൂണിറ്റിലാണ് വരുന്നത്? ഈ ആര്യ സമാജിനെ കുറിച്ച് എവിടെയാണ് നമ്മൾ പഠിച്ചത്? യൂണിറ്റ് 11ലാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എക്സ്പ്ലെയിൻ ദ ഫങ്ഷണലിസ്റ്റ് തിയറീസ് ഓഫ് ദ റിച്വൽ വിത്ത് റെഫറൻസ് ടു ദ വ്യൂ പോയിന്റ് ഓഫ് മലിനോസ്കി. ഓക്കെ, മലിനോസ്കിയുടെ വ്യൂ പോയിന്റിന് അടിസ്ഥാനത്തിൽ എന്താണ് ഫങ്ഷണലിസ്റ്റ് തിയറി കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫങ്ഷണലിസ്റ്റ് തിയറി എന്താണെന്ന് എഴുതണം, അതുപോലെ മലിനോസ്കി ആരാണ്, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് എഴുതണം. ഇത് ഏത് യൂണിറ്റിലാണ് വരുന്നത്? യൂണിറ്റ് 5ലാണ് വരുന്നത്. ആക്ച്വലി യൂണിറ്റ് 5 റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. എന്ന് വെച്ചാൽ പല ക്വസ്റ്റ്യൻ പേപ്പറിലും യൂണിറ്റ് 5ൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഫങ്ഷണലിസ്റ്റ് തിയറി, എവല്യൂഷണറി തിയറി, അതുപോലെ തന്നെ പല ആളുകളുടെ, പല സ്കോളേഴ്സിന്റെ വ്യൂ പോയിന്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. കൂർഗ് സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. സോ അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. സോ യൂണിറ്റ് 5 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണെന്ന് മനസ്സിൽ വെക്കുക. Then the third one, examine the social significance of pilgrimage. പിൽഗ്രിമേജിന്റെ സോഷ്യൽ സിഗ്നിഫിക്കൻസ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പിൽഗ്രിമേജിന്റെ ഇമ്പോർട്ടൻസ്, നമ്മുടെ ജീവിതത്തിലുള്ള ഇമ്പോർട്ടൻസ്, സാമൂഹികപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അതിലൂടെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് തേർഡ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. യൂണിറ്റ് 7ൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, യൂണിറ്റ് 7. നെക്സ്റ്റ് വരുന്നത് വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ റിലീജിയസ് ഗ്രൂപ്പ്, ഡിസ്കസ് ഡിഫറെൻറ്റ് റിലീജിയസ് ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യ. 4th ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് എന്താണ് റിലീജിയസ് ഗ്രൂപ്പ്, നിങ്ങൾക്ക് എന്താണ് റിലീജിയസ് ഗ്രൂപ്പ് കൊണ്ട് മനസ്സിലായത്. ദെൻ ഇന്ത്യയിലുള്ള റിലീജിയസ് ഗ്രൂപ്പ്സിനെ ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് യൂണിറ്റിലാണ്? യൂണിറ്റ് 8ലാണ് പറയുന്നത്. നമ്മൾ ഇന്ത്യയിലുള്ള മത്, പാന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് അവിടെ 4th ക്വസ്റ്റ്യനിൽ വരുന്നത്. സോ യൂണിറ്റ് 8 ആണെന്ന് ഓർക്കുക. നെക്സ്റ്റ് വരുന്നത് ഡിസ്കസ് ദ ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രൊഫറ്റ് അക്കോർഡിംഗ് ടു മാക്സ് വെബർ. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. മാക്സ് വെബറിന്റെ ഈ ഒരു റിലീജിയസ് സ്പെഷ്യലിസ്റ്റിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. റിലീജിയസ് സ്പെഷ്യലിസ്റ്റുകൾ ആരാണ് എന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ പ്രൊഫറ്റ് എന്താണ്, പ്രീസ്റ്റ് എന്താണ്, ഷമാൻ എന്താണ് എന്നുള്ള ചോദ്യമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 5th ക്വസ്റ്റ്യൻ ഏത് യൂണിറ്റാ? യൂണിറ്റ് 9 ആണ് വരുന്നത്. സോ ദിസ് യൂണിറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കുക. 6th ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ സെൻട്രൽ ഐഡിയാസ് ഓഫ് ദുർക്കെയിം ഓൺ ടോട്ടമിസം. ടോട്ടമിസത്തെ കുറിച്ച് നമ്മൾ ഏത് ബ്ലോക്കിലാണ് പഠിച്ചത്? ഫസ്റ്റ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റിലാണ് പഠിച്ചിരിക്കുന്നത്. എലമെന്ററി ഫോംസ് ഓഫ് റിലീജിയൻ എന്ന് പറഞ്ഞിട്ട് യൂണിറ്റ് 1ലാണ് ദുർക്കെയിമിന്റെ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് ഓൾസോ എ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. കാരണം ജൂൺ 2024 ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ ഡിസംബർ 2024 ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഈ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്.
Okay, then the seventh one, explain the relationship between religion and economy. Religionum economyയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് 7th ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അത് ഏത് യൂണിറ്റിലാണ്? യൂണിറ്റ് 2ലാണ് നമുക്ക് അത് കാണാൻ സാധിക്കുക. ആ ഒരു ടോപ്പിക് നിങ്ങൾക്ക് യൂണിറ്റ് 2ലാണ് കാണാൻ സാധിക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ഫ്രേസേഴ്സ് വ്യൂസ് ഓൺ മാജിക്, സയൻസ് ആൻഡ് റിലീജിയൻ. ഓക്കെ, ഫ്രേസറിന്റെ മാജിക്, സയൻസ്, റിലീജിയന്റെ ഫ്രേസറിന്റെ വ്യൂ ആണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അത് വരുന്നത് യൂണിറ്റ് 4ലാണ്. ഓക്കെ, യൂണിറ്റ് 4ലാണ്. സോ ഫസ്റ്റ് ബ്ലോക്ക്, സെക്കൻഡ് ബ്ലോക്ക്, തേർഡ് ബ്ലോക്കിലെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം യൂണിറ്റ് 5 ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമാണ്. യൂണിറ്റ് 5 എന്തായാലും നന്നായി പഠിക്കണം. ദെൻ എലമെന്ററി ഫോംസ് ഓഫ് റിലീജിയൻ, ദുർക്കൈമിന്റെ ആ ഒരു കാര്യം, ആര്യ സമാജിന്റെ ഇമ്പോർട്ടൻസ്, ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ അതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കണം. ഇനി എന്തൊക്കെ പോയിന്റ് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തണം, ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരാം. ഇത് നിങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ which is based on Arya Samaj, role of Arya Samaj in religious reform. Okay, അപ്പോൾ ആര്യ സമാജ് ആരാ ഫൗണ്ട് ചെയ്തത്, ആരാ ആരംഭിച്ചത്, സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഏതാ ഇയർ? 1875ലാണ്. സോ ആ കാര്യങ്ങളൊക്കെ എന്തായാലും, ആ ഒരു ബേസിക് ഇൻഫോർമേഷൻ എന്തായാലും എഴുതണം. അപ്പൊ നിങ്ങൾ എന്താണ്, ദയാനന്ദ സരസ്വതിയെ കുറിച്ചും എഴുതണം. പിന്നീട് ഇതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യം എന്താണ്? ചോദ്യം ആര്യ സമാജിന്റെ റോളാണ്. അപ്പൊ ആ ഒരു റോളിന്റെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. ഒന്ന് എന്താണ്? വേദാസിന്റെ ടീച്ചിങ് പ്രൊമോട്ട് ചെയ്തു അല്ലെ. വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് പഠിപ്പിക്കണം? വേദാസ് പഠിപ്പിക്കണം എന്ന് ആര്യ സമാജിലൂടെ പറഞ്ഞിരുന്നു. അതുപോലെ ഐഡൽ വേർഷിപ്പിനെ എഗെയിൻസ്റ്റ് ആയിരുന്നു, റിച്വലിസത്തിനെ ഓപ്പോസ് ചെയ്തിരുന്നു. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്താണ്? ആ ഒരു ഇന്നീക്വാളിറ്റി, കാസ്റ്റ് വരുന്നത് കൊണ്ടുള്ള ഇന്നീക്വാളിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അൺടച്ചബിലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും ആര്യ സമാജ് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ സമൂഹത്തിൽ ഒരു വലിയ പങ്ക് വഹിച്ചിരുന്നു നമുക്ക് അതിലൂടെ തന്നെ ഉറപ്പിച്ച് പറയാം. അപ്പൊ ഈ ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു പോയിന്റ് വരുമ്പോൾ തന്നെ എന്താണ്? കാസ്റ്റിന്റെ ആ ഒരു ഡിവിഷൻ പറയണം, അതുപോലെ ഏത് കാസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് പറയണം, എന്നിട്ട് അതിനെതിരെ ഫൈറ്റ് ചെയ്തതാണ് എന്ന് പറയണം. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ പോയിന്റ്സ് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതേണ്ടത്. ദെൻ എൻകറേജ് വിമൻസ് എഡ്യൂക്കേഷൻ ആൻഡ് വിഡോ റീമാരേജ്, ചൈൽഡ് മാരേജിന് അഗെയിൻസ്റ്റ് ആയിരുന്നു. സോഷ്യൽ ഈവിൾസിനെ എന്ന് വെച്ചാൽ സമൂഹത്തിൽ വരുന്ന എല്ലാ ഈവിൾസിനും ഇഷ്യൂസിനും അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്ത ഒരു മൂവ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ ഒരു വണ്ടർഫുൾ ഇനിഷ്യേറ്റീവ് ആണ് ആര്യ സമാജ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ DAV സ്കൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു, കോളേജസ് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു, എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്തിരുന്നു, അതിലൂടെ സോഷ്യൽ ഇക്വാലിറ്റിയെ പ്രൊമോട്ട് ചെയ്തിരുന്നു. റിലീജിയസ് പ്യൂരിഫിക്കേഷൻ എന്ന് വെച്ചാൽ ശുദ്ധി മൂവ്മെന്റ്, കൺവേർട്ട് ചെയ്ത ആളുകളെ കൺവേർട്ട് ചെയ്തിരുന്നു. പല മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത ആളുകളെ ഹിന്ദുത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരുന്നു ആര്യ സമാജ്. അതുപോലെ തന്നെ ഹിന്ദു സൊസൈറ്റിയുടെ റിവൈവലിനെയും റിഫോമിനെയും സഹായിച്ച ഒരു എന്താ പറയുക ഇനിഷ്യേറ്റീവ് ആണ് ആര്യ സമാജ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തണം. ഓരോ പോയിന്റും എക്സ്പാൻഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാൻ ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫങ്ഷണലിസ്റ്റ് തിയറി ഓഫ് റിച്വൽ വിച്ച് ഈസ് ബേസ്ഡ് ഓൺ മലിനോസ്കീസ് വ്യൂ പോയിന്റ്. ഓക്കെ, എന്താണ്? മലിനോസ്കിയുടെ വ്യൂ പോയിന്റിലാണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം. അപ്പോൾ ബ്രൊണിസ്ലോ മലിനോസ്കിനെ അസോസിയേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ തിയറി ഉള്ളത്. എന്താണ് പറയുന്നത്? റിച്വൽസിനെല്ലാം ഒരു ഫംഗ്ഷൻ ഉണ്ട്. എന്ത് ഫംഗ്ഷൻ ആണ്? നമ്മുടെ ജീവിതത്തിലുള്ള തീർച്ചയില്ലായ്മ, അതുപോലെ ആൻസൈറ്റി, ഫിയർ, അതിനെയൊക്കെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റിച്വൽസ് സഹായിക്കുന്നു. അതുപോലെ സൈക്കോളജിക്കൽ കംഫേർട്ട്, നമ്മുടെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സൈക്കോളജിക്കൽ കംഫേർട്ട് തരുന്ന ഒന്നാണ് റിച്വൽസ്. അതുപോലെ തന്നെ പല രീതിയിലുള്ള ഡേഞ്ചറസ് ആയ അൺപ്രഡിക്റ്റബിൾ സിറ്റുവേഷനിൽ റിച്വൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റിച്വൽസ് വളരെ കോമൺ ആണെന്നാണ് പറയുന്നത്. അതുപോലെ സമൂഹത്തിലുള്ള യൂണിറ്റി, കൾച്ചറൽ യൂണിറ്റി ഒക്കെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒന്നാണ് റിച്വൽസ്. റിച്വൽസ് ബിലീഫ് സിസ്റ്റംസും ട്രഡീഷൻസും ജനങ്ങൾക്കുള്ളിലേക്ക് റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിലീജിയനും റിച്വൽസും സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഫങ്ഷൻസ് ഫുൾഫില്ല് ചെയ്യുന്ന ഒന്നാണ് എന്നാണ് ആരുടെ ഒപ്പീനിയൻ? ഫങ്ഷണൽ തിയറിസ്റ്റുകളുടെ ഒപ്പീനിയൻ, എക്സ്പെഷ്യലി ബ്രോണിസ്ലോ മലിനോസ്കിയുടെ ഒപ്പീനിയൻ എന്നാണ് പറയുന്നത്. ദെൻ ട്രോബ്രിയാൻഡ് ഐലാൻഡേഴ്സിനെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. സീ ഫിഷിംഗ്, അവരുടെ സീ ഫിഷിങ്ങിലുള്ള റിച്വൽസിനെ കുറിച്ചിട്ടാണ് മലിനോസ്കി പറയുന്നത്. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ നിങ്ങൾ മുന്നോട്ട് വെക്കുക.
നെക്സ്റ്റ് വരുന്നത് സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഓഫ് പിൽഗ്രിമേജ്. പിൽഗ്രിമേജിന്റെ സോഷ്യൽ സിഗ്നിഫിക്കൻസ്. അപ്പൊ പിൽഗ്രിമേജ് എന്താണ്, അതുപോലെ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൽ വരുന്ന സ്റ്റേജസ് എന്തൊക്കെയാണ്, ആ ഒരു സോഷ്യൽ റോൾ എന്താണ്, ഇതൊക്കെ നിങ്ങൾ അവിടെ എഴുതണം. ദെൻ പിൽഗ്രിമേജ് എന്ന് പറയുന്നത് എന്താണ്, നമുക്കറിയാം ഒരു സാക്രഡ് പ്ലേസിലേക്കുള്ള യാത്രയാണ്. റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള സാക്രഡ് പ്ലേസിലേക്കുള്ള യാത്രയാണ്. ഒരു വ്യക്തി തൻ്റെ വീട് വിട്ട് ഒരു ടെമ്പററി ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നു. തൻ്റെ ജീവിതത്തിലുള്ള പല റോൾസും അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഈ ഒരു യാത്രയിലേക്ക് പോകുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇതിലെ കീ പോയിന്റ്സ് എന്ന് പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ, എന്താണ് ആ ഒരു ഇമ്പോർട്ടൻറ്റ് റോള്? ഒന്നെന്താ, റിലീജിയസ് ഫെയ്ത്തും ഡിവോഷനും സ്ട്രെങ്തൻ ചെയ്യും. പരസ്പരമുള്ള സമൂഹത്തിലുള്ള ഇൻട്രാക്ഷൻ എന്ന് വെച്ചാൽ പല കാസ്റ്റിൽ നിന്ന് വരുന്നവരുടെ ഇൻട്രാക്ഷൻ, പല കൾച്ചറിൽ നിന്ന് വരുന്ന ആളുകളുടെ ഇൻട്രാക്ഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു പിൽഗ്രിമേജ് അല്ലെങ്കിൽ തീർത്ഥാടന യാത്ര. ദെൻ ജനങ്ങൾക്കിടയിൽ ഒരു യൂണിറ്റി എന്ന് വെച്ചാൽ ഈ പിൽഗ്രിംസിന്റെ ഇടയിൽ ഒരു യൂണിറ്റി നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ലോവർ കാസ്റ്റ് എന്നോ അപ്പർ കാസ്റ്റ് എന്നോ ഒന്നുമില്ലാതെ ഒരു യൂണിറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദെൻ ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കുന്നു, ഈക്വാലിറ്റി ജനങ്ങളുടെ ഇടയിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നു, കൾച്ചറൽ എക്സ്ചേഞ്ച് എൻകറേജ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻ എൻകറേജ് ചെയ്യുന്നു. അതാണ് ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം ശബരിമല. ഇപ്പൊ നോർത്ത് ഇന്ത്യൻസ് അവിടെ വരുന്നു, നമ്മൾ അവിടെ ചെല്ലുന്നു, നോർത്ത് ഇന്ത്യൻസും നമ്മളും തമ്മിലുള്ള ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് അവിടെ ഉണ്ടാകുന്നു, പരസ്പരം നമ്മൾ അറിയുന്നു അവിടെ വെച്ച്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ എൻകറേജ് ചെയ്യുന്ന ഒന്നാണ് പിൽഗ്രിമേജ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ എക്കണോമിക് സെന്റർ ആണ്. നമ്മൾ പറഞ്ഞിരുന്നു പിൽഗ്രിമേജ് ഉള്ള സ്ഥലത്ത് പല രീതിയിലുള്ള മാർക്കറ്റ് ഫെയേഴ്സ് ഒക്കെ നടത്തും. അതെന്താണ്, അവിടെയുള്ള ആളുകൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ റിലീജിയസ് ആയി നമ്മൾ ഫോളോ ചെയ്യുന്ന പല ട്രഡീഷൻസും ഐഡന്റിറ്റിയും ജനങ്ങൾക്കിടയിൽ റീഇൻഫോഴ്സ് ചെയ്യും. വിക്ടർ ടേണർ ആണ് ഇതിനെക്കുറിച്ച്, ഈ ഒരു കമ്മ്യൂണിറ്റാസ് എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സോ അദ്ദേഹം പറഞ്ഞ ഈ കോൺസെപ്റ്റ് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ ഇത്രയാണ് തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുക. ദെൻ ദ ഫോർത്ത് ക്വസ്റ്റ്യൻ, റിലീജിയസ് ഗ്രൂപ്പ്സ് ആൻഡ് ടൈപ്സ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലുള്ള റിലീജിയസ് ഗ്രൂപ്പ്സ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ചർച്ച്, സെക്ട്, ഡിനോമിനേഷൻ, കൾട്ട്, മതർ, പാന്ത്, സംഘ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ റിലീജിയസ് ഗ്രൂപ്പ്സിനെ കുറിച്ച് ആദ്യം പറയണം. അപ്പോൾ റിലീജിയസ് ഗ്രൂപ്പ്സ് ആണ് ചർച്ച്, സെക്ട്, ഡിനോമിനേഷൻ, കൾട്ട് അങ്ങനെയൊക്കെ പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസും ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ദെൻ സംഘ്, മതർ, പാന്ത് എന്ന് പറഞ്ഞിട്ടും ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അതാണ് ഇന്ത്യയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. സോ അതും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതാണ്. ഓക്കെ, ദെൻ ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളും ഓർത്തിട്ട് ഓരോന്നിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. നെക്സ്റ്റ് വരുന്നത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഫറ്റ്. മാക്സ് വെബർ ആണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പം മാക്സ് വെബറിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ പഠനം തന്നെയാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. പ്രൊഫറ്റ് എന്താണ്, ഒരു കരിഷ്മാറ്റിക് റിലീജിയസ് ലീഡറാണ്. ഡിവൈൻ റിവിലേഷൻ എന്ന് വെച്ചാൽ ദൈവവിളി വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിലൂടെയാണ് പിന്നീട് ആ ഒരു മതത്തെക്കുറിച്ച് ജനങ്ങൾ അറിയുന്നത്. പ്രൊഫറ്റ് മുഹമ്മദ്, ജീസസ് ക്രൈസ്റ്റ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ സാധിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് കരിഷ്മാറ്റിക് അതോറിറ്റി ആണ്. എന്താണ്, ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ദൈവവുമായി നടന്നു എന്ന് പറയുന്ന വ്യക്തിയായിരിക്കും. എന്ന് വെച്ചാൽ അദ്ദേഹവും ദൈവവുമായി ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടന്നു, ആ മെസ്സേജ് ആണ് ജനങ്ങളിലേക്ക് പകർത്തുന്നത് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് എന്നൊരു ഐഡിയ ആയിരിക്കും പ്രൊഫറ്റുകൾ കൊണ്ടുവരുന്നത്. ഇപ്പൊ പ്രൊഫറ്റ് മുഹമ്മദ് ആയാലും ക്രൈസ്റ്റ് ആയാലും ജനങ്ങളിലേക്ക് ആ ഒരു ഐഡിയ കൊണ്ടുവന്ന വ്യക്തികളാണ്. ദെൻ ന്യൂ റിലീജിയസ് ടീച്ചിങ്സും റിഫോംസും കൊണ്ടുവരുന്ന വ്യക്തികളാണ് പ്രൊഫറ്റ്. അതുവരെ നിലനിന്നിരുന്ന ട്രഡീഷൻസും പ്രാക്ടീസുകളെ ഒക്കെ ചലഞ്ച് ചെയ്യും. അതുപോലെ തന്നെ പേഴ്സണൽ കരിഷ്മ, അതുപോലെ തന്നെ ആ മെസ്സേജിലൂടെ ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുന്ന ആളുകളും കൂടിയാണ് പ്രൊഫറ്റ്. ദെൻ എത്തിക്കൽ ഗൈഡൻസ്, മോറൽ ടീച്ചിങ്സ് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നു. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ജീസസ് ക്രൈസ്റ്റിനെയും പ്രൊഫറ്റ് മുഹമ്മദിനെയും ഒക്കെ പറയാൻ സാധിക്കും. സിക്സ്ത് വൺ, ദുർക്കെയിംസ് ഐഡിയ ഓൺ ടോട്ടമിസം. എമിലി ദുർക്കെയിമാണ് ഈ ടോട്ടമിസത്തെ കുറിച്ച് മുന്നോട്ട് വെക്കുന്നത്. ടോട്ടമിസം എന്ന് പറയുന്നത് റിലീജിയൻ തന്നെ മോസ്റ്റ് ബേസിക് ഫോം ആണെന്നാണ് പറയുന്നത്. ടോട്ടം എന്ന് പറയുന്നത് ഒരു സാക്രഡ് സിംബൽ ആണ്. ഒരു ക്ലാനിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിംബലിനെയാണ് ടോട്ടം എന്ന് പറയുന്നത്. ടോട്ടം ഒരുപക്ഷെ എനിമൽ ആവാം, പ്ലാനറ്റ് ആവാം, ഒബ്ജക്റ്റ് ആവാം. അപ്പോൾ ഈ ഒരു ടോട്ടത്തിന്റെ വേർഷിപ്പിനെ എന്ന് വെച്ചാൽ ടോട്ടത്തിനെ നമ്മൾ വേർഷിപ്പ് ചെയ്യുന്നത് സൊസൈറ്റിയെ വേർഷിപ്പ് ചെയ്യുന്ന പോലെയാണ് എന്നാണ് ദുർക്കെയിം പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
ദെൻ അദ്ദേഹത്തിന്റെ സ്റ്റഡീസ് എന്ന് പറയുന്നത് റിലീജിയൻ വേൾഡിനെ സാക്രഡ് ആൻഡ് പ്രൊഫൈൻ അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ടോട്ടമിക് റിച്വൽസ് ആണ് കളക്റ്റീവ് കോൺഷ്യസ്നെസ് സ്ട്രെങ്തൻ ചെയ്യുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ. ദെൻ ടോട്ടമിസം പ്രൊമോട്ട് ചെയ്യുന്നത് സോഷ്യൽ യൂണിറ്റിയും ഗ്രൂപ്പ് ഐഡന്റിറ്റിയുമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇതിനെക്കുറിച്ച് അദ്ദേഹം ഏത് വർക്കിലാണ് പറഞ്ഞിട്ടുള്ളത്? എലമെന്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ് എന്ന് പറഞ്ഞ ഈ ഒരു വർക്കിലാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, വിച്ച് ഇസ് കംസ് അണ്ടർ യൂണിറ്റ് 1. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് എക്കോണമി. ഇത് നമ്മൾ യൂണിറ്റ് 3 ഡിസ്കസ് ചെയ്തത്. അത് എന്തിനെ കുറിച്ചിട്ടായിരുന്നു? യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്തത്. അത് എന്തിലായിരുന്നു? നമ്മൾ പറഞ്ഞിരുന്നു ക്യാപിറ്റലിസത്തിന്റെ കാരണം കാൽവിനിസം ആയിരുന്നു, പ്രൊട്ടസ്റ്റന്റിസം ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്റ്റഡീസ് നടത്തി. മാക്സ് വെബർ ആണ് കൂടുതൽ പഠനങ്ങൾ നടത്തിയതെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ റിലീജിയൻ ആണ് എക്കണോമിക് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നും വർക്ക് എത്തിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് നമ്മൾ ആ പ്രൊട്ടസ്റ്റൻസിനെ കുറിച്ച് ഇതിൽ പറയണം, ക്യാപിറ്റലിസത്തെ കുറിച്ച് ഇവിടെ പറയണം. അതുപോലെ തന്നെ കീ പോയിന്റ് ആയിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് റിലീജിയൻ വർക്കിനോടുള്ള ആറ്റിറ്റ്യൂഡ് ഷേപ്പ് ചെയ്യുന്നത്, വെൽത്തിനോടുള്ള ആറ്റിറ്റ്യൂഡ് ഷേപ്പ് ചെയ്യുന്നത്. ചില റിലീജിയൻ ഡിസിപ്ലിൻ എൻകറേജ് ചെയ്യുന്നു, ഹാർഡ് വർക്ക് എൻകറേജ് ചെയ്യുന്നു, സേവിങ്സ് എൻകറേജ് ചെയ്യുന്നു. അതുപോലെ എക്കണോമിക് ഓർഗനൈസേഷനും ഡെവലപ്മെന്റിനൊക്കെ റിലീജിയൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. റിലീജിയസ് വാല്യൂസ് ബിസിനസ് എത്തിക്സിലും മോറൽ കണ്ടക്റ്റിലും ഗൈഡ് ചെയ്യുന്നുണ്ട്. റിലീജിയൻ ചില സമയത്ത് ആളുകളെ ചില ആക്ടിവിറ്റീസിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നുമുണ്ട്. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. പശുവിനെ കൊല്ലുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ബീഫ് കഴിക്കുന്നത്. സോ ഇത് എന്ന് വെച്ചാൽ ബിസിനസ് ഏരിയയിൽ ബീഫ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് കൊണ്ടുവരാം, ബട്ട് ചില കമ്മ്യൂണിറ്റീസ് അതിനെ എഗെയിൻസ്റ്റ് ആണ്. സോ അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ നിങ്ങൾക്ക് അതിവിടെ ആഡ് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ എന്ത് ഉൾപ്പെടുത്തണം? മാക്സ് വെബറിന്റെ ഈ പ്രൊട്ടസ്റ്റന്റിസവും റൈസ് ഓഫ് ക്യാപിറ്റലിസവും നിങ്ങൾ ഉൾപ്പെടുത്തണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രേസേഴ്സ് വ്യൂ ഓൺ മാജിക്, സയൻസ് ആൻഡ് റിലീജിയൻ. ജെയിംസ് ജോർജ് ഫ്രേസർ അദ്ദേഹത്തിന്റെ മേജർ വർക്കായ ദ ഗോൾഡൻ ബോൾ ആണ് ഈ ഒരു മാജിക്കിനെ കുറിച്ചും സയൻസിനെ കുറിച്ചും റിലീജിയനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് മനുഷ്യന്റെ തോട്ട് 3 സ്റ്റേജിലൂടെ കടന്നു പോകും. ഒന്ന്, മാജിക് നേച്ചറിനെ പല റിച്വൽസിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മാജിക് എന്നാണ് മനുഷ്യൻ വിചാരിക്കുന്നത്. ദെൻ റിലീജിയൻ എന്ന് പറയുന്നത് ഈ സൂപ്പർ നാച്ചുറൽ പവർ, നാച്ചുറിനെ കൺട്രോൾ ചെയ്യുന്ന ഈ സൂപ്പർ നാച്ചുറൽ പവറിന്റെ മുമ്പിൽ നമ്മളെ സബ്മിറ്റ് ചെയ്യുകയാണ്, നമ്മൾ അതിനെ പ്രാർത്ഥിച്ച് നേടിയെടുക്കുകയാണ്. ദെൻ സയൻസ് എന്ന് പറയുന്നത് റാഷണൽ എംപിരിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് നേച്ചർ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ മാജിക് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ലോസ് ഓഫ് സിമിലാരിറ്റി ആൻഡ് കണ്ടേജിയൻ ആണെങ്കിൽ റിലീജിയനിലെ വേർഷിപ്പ്, പ്രയർ ഒക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്. സയൻസ് എന്ന് പറയുന്നത് ഒബ്സർവേഷനും എക്സ്പെരിമെന്റേഷനും ആണ്. അപ്പൊ ഇവിടെ 3 തമ്മിലുള്ള ഡിഫറൻസ് ആണ് അദ്ദേഹം ഈ ഒരു വർക്കിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. ആൻഡ് ഐ തിങ്ക് യു ഗോട്ട് എ ക്ലിയർ ഐഡിയ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഏതൊക്കെ ഏരിയാസ് വരുന്നുണ്ടെന്നൊരു ഐഡിയ കിട്ടി. എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണം, എന്തൊക്കെ പോയിന്റ്സ് ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. 400 വേർഡ്സിലാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടത്. അപ്പൊ ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ മതി. എങ്ങനെയാണ് റിച്വൽസ് സഹായിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആര്യ സമാജ് വന്നത്, ഫൗണ്ട് ചെയ്യാനുള്ള കാരണം എന്താണ്, അങ്ങനെയൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഒരു വലിയ എസ്സേ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ യൂണിറ്റ് 5 മറക്കണ്ട. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ്. പല ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ആയിട്ട് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു.